എസ്.പി.യിലുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇന്നലെ മമ്മൂട്ടി പങ്കുവെച്ച ഒരു ദൃശ്യം കണ്ടിരുന്നല്ലോ അല്ലേ? ഈ സമൂഹത്തിന് വലിയൊരു പാഠമാണ്. ഒരുപക്ഷെ മമ്മൂട്ടിക്ക് പോലും ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരുന്നിട്ടുള്ള ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പങ്കുവച്ചൊരു ദൃശ്യം. ആ ദൃശ്യം പലരും കണ്ടു കാണും. എന്നിരുന്നാലും ഈ സമൂഹത്തിൽ ചിലതൊക്കെ വന്നു ചേരുമ്പോൾ അവർ എന്തോ ആണ്, പിന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാം പുച്ഛത്തോടെ കാണുന്ന മനുഷ്യരോട് ചിലത് പറയാനുണ്ട്. അപ്പോൾ ആദ്യം ആ ദൃശ്യം ഒന്ന് കാണും. நம்ம ஃப்ரெண்டு சொந்தம் என்ன பந்தம் என்ன இரவுக்கெல்லாம் மறுவுக்குள்ள வரிட ஹோய் நம்ம ஃப்ரெண்டு കണ്ടല്ലോ, മമ്മൂട്ടി അഭിമാനത്തോടെ പറയുകയാണ് മൈ ഫ്രണ്ട്. ഒരു പക്ഷേ മമ്മൂട്ടിയിൽ നിന്ന് ഇത്രയും സിമ്പിളായിട്ടൊരു സാധാരണക്കാരനെ ചേർത്ത് നിർത്തിയുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. എന്തുകൊണ്ട് മമ്മൂട്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനുഷ്യരുടെ വില മനസ്സിലാക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സെലിബ്രിറ്റിയാണ് അദ്ദേഹം. സാധാരണഗതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും. പക്ഷേ ജീവിതം ചില സന്ദർഭങ്ങളിൽ നമ്മളെ വഴിമുട്ടിച്ച് നിർത്തും. ആ വഴിമുട്ടിച്ച് നിർത്തുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ ഈ ദൈവദൂതനെ പോലെയൊക്കെ സഹായമായി വരുമെന്ന് പറയുന്നില്ലേ, അതേ അവസ്ഥയാണ് മമ്മൂട്ടിയെ പോലെ ഇത്രയും സ്റ്റാർഡമുള്ളൊരു വ്യക്തി അർദ്ധരാത്രി പുറത്തിറങ്ങി തമിഴ്നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ചേർത്ത് നിർത്തി മൈ ഫ്രണ്ട് എന്ന് ജീവിതം പറയിച്ചതാണ്. മമ്മൂട്ടിയുടെ അനുഭവം പറയിച്ചതാണ്. ഒരുപക്ഷെ ആ മനുഷ്യനെ വഴിയിൽ കാണുമ്പോൾ ചിലപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ ഒരു സാഹചര്യമല്ല അല്ലാതെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് നോക്കത്തുകൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കേണ്ടി വന്നു, ചേർത്ത് നിർത്തേണ്ടി വന്നു. എൻ്റെ ഫ്രണ്ടാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പാട്ടും അതിനകത്ത് പാടുന്നത് നിങ്ങൾ കേട്ടതാണ്. ഇതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. ഈ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാരണങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേർന്നിട്ടുണ്ടാകാം, നിങ്ങൾക്ക് പദവികൾ വന്നു ചേർന്നിട്ടുണ്ടാകാം, നിങ്ങൾ പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിസ്സാരക്കാരായിട്ടുള്ള മനുഷ്യരെന്ന് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. അർദ്ധരാത്രി വഴിപൊട്ടിപ്പോയ മമ്മൂട്ടിയെ 10 കിലോമീറ്ററോളം ആ നിസ്സാരക്കാരനായ മനുഷ്യൻ വാഹനമോടിച്ച് കൊണ്ടുവന്ന് കേരള ബോർഡറിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ റോഡിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. മമ്മൂട്ടി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി അഭിനയിച്ചിട്ട് വരുമ്പോൾ മമ്മൂട്ടിക്ക് കിട്ടുന്ന തുക എത്രയായിരിക്കും? പക്ഷേ ആ നിസ്സാരക്കാരനായ മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. 10 കിലോമീറ്റർ പെട്രോൾ അടിച്ച് ആ വാഹനം ഓടണമെന്നുണ്ടായിരുന്നെങ്കിൽ അയാൾ അധ്വാനിക്കുന്നതിൻ്റെ എത്ര രൂപ അതിന് വേണ്ടിയിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി. ആ പണം ചെലവഴിച്ചുകൊണ്ട് മമ്മൂട്ടിയെ പോലെ ഒരാളെ അറിയാവുന്നത് കൊണ്ടും തമിഴ്നാട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നിട്ട് അവിടെ ജാതിയും മതവും മറ്റൊന്നുമല്ല, മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് സാധാരണക്കാരനായിട്ടുള്ള നിങ്ങൾ ഇനി എവിടെയോ എത്തിക്കോട്ടെ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ചുറ്റാകെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ, അവരെ ഒന്ന് ചെറുതായിട്ട് സഹായിക്കാൻ പോലും പറ്റാതെ നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇവരെയെല്ലാം പരമപുച്ഛത്തോടെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത്, ചിലപ്പോൾ നിങ്ങൾ സഹായിക്കുന്ന മനുഷ്യരായിരിക്കില്ല, പക്ഷെ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള സാധാരണക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകുന്നത്, അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഇടത്തു നിന്ന് നിങ്ങളെ രക്ഷിച്ചു വിടുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നേടിയാലും, മമ്മൂട്ടിയെ പോലെ ആയാലും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായാലും, നമ്മൾ മനുഷ്യനാകണം. അതായത് മറ്റുള്ളവരുടെ അലിവ്, കനിവ്, കരുണ എന്നുള്ളതൊക്കെ ക്യാമറകൾക്ക് മുന്നിൽ കാട്ടാനല്ല, അല്ലാതെ നിങ്ങളുടെ ഉള്ളാലെ അത് ഉണ്ടാകണം. അത് നൽകുന്നൊരു പാഠമാണ് മമ്മൂട്ടിക്ക് ജീവിതാനുഭവമായിട്ട് ആ ഒരു വീഡിയോയിലൂടെ കിട്ടിയതും അത് ലോകത്തോട് പറയാൻ തയ്യാറായതും. അർദ്ധരാത്രി മമ്മൂട്ടിക്ക് വേണ്ടി 10 കിലോമീറ്റർ ഒരു സാധാരണ വാഹനം ഓടാൻ എത്ര സമയം വേണം? ഒരു ചെറിയ 2 വീലറാണ്, ആ 2 വീലർ ഓടാൻ എത്ര സമയം വേണം? അത്രയും സമയവും അയാളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതവും മാറ്റിവെച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്മയുള്ള മനസ്സാണെന്ന് ആലോചിച്ചത്. അതുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ശരിയല്ലെങ്കിൽ പോലും നല്ലതായിട്ടുള്ള മനുഷ്യരെയും വീണു പോകുന്ന മനുഷ്യരോടൊക്കെ ഒരു കരുണയും കരുതലൊക്കെ കാട്ടുന്നത് ജീവിതത്തിൽ നല്ലതായിരിക്കും.
ചിലരുടെയൊക്കെ ഉള്ളിൽ എല്ലാ കാലത്തും അതൊരു ഓർമ്മകളായി അവശേഷിക്കുന്നതായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോയാലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ മമ്മൂട്ടിയെ പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ളിലെ ഒരു മനുഷ്യപക്ഷ ചിന്ത ഉണർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.